എന്താണ് ഭിന്നസംഖ്യകൾ? 2/3, 13/12, 2, 1/3. ഇത് മൂന്നും എന്താണ്? ഭിന്നസംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ 0/4 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണോ? അതെ, കാരണം നമ്മൾ 4ൽ 0 ഭാഗം, 4ൽ ഒരു ഭാഗവും ഇല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ 4/0 ഇതൊരു ഭിന്നസംഖ്യയാണോ? ഇതൊരു ഭിന്നസംഖ്യയല്ല. അതായത് ഭിന്നസംഖ്യകളുടെ ഛേദത്തിൽ, അതായത് താഴെയുള്ള ഭാഗത്തിൽ 0 വരില്ല. മുകളിലുള്ള ഭാഗത്തിൽ, അതായത് അംശത്തിൽ ഇവിടെ 0 വരുന്നുണ്ട്. അപ്പോൾ മുകളിലുള്ള ഭാഗം അംശം, താഴെയുള്ള ഭാഗം ഛേദത്തിൽ 0 വന്നാൽ അത് ഭിന്നസംഖ്യ അല്ല. 2/3 എന്ന ഭിന്നസംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഛേദം എന്ന് പറയുന്ന ഭാഗത്തെ സംഖ്യ അംശം എന്ന് പറയുന്ന ഭാഗത്തെ സംഖ്യയേക്കാൾ വലുതാണ്. അതായത് 3ൽ 1, 3ൽ 2, ഇങ്ങനെ 3ൽ എത്ര ഭാഗം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രൂപം നമ്മൾ ഉപയോഗിക്കും. 3ൽ 2 ഭാഗം, അതുപോലെ 3ൽ 1 ഭാഗം. ഇതൊക്കെ എന്താണ്? അംശത്തിൽ ചെറിയ സംഖ്യയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഖ്യകൾക്ക് പറയുന്ന പേരാണ് സാധാരണ ഭിന്നം. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കാറുള്ളത്? 3ൽ 2 ഭാഗം, 4ൽ 1 ഭാഗം എന്നാണല്ലോ അവർ പറയാറ്. അല്ലാതെ 2/3 എന്നല്ലല്ലോ. അപ്പം മുകളിൽ ചെറുത് വരുന്നത് സാധാരണ ഭിന്നം. സാധാരണ ഭിന്നത്തിന് മറ്റേതൊക്കെ ഉദാഹരണങ്ങളാണുള്ളത്? 5/7, 6/9. ഇതെല്ലാം എന്താണ്? അംശത്തിൽ ചെറിയ സംഖ്യയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം സാധാരണ ഭിന്നങ്ങളാണ്. ഇനി നമ്മൾ ഈ സാധാരണ ഭിന്നത്തിൻ്റെ എല്ലാം വില എത്രയായിരിക്കും എന്ന് നോക്കുകയാണ്, വാല്യൂ എത്രയാണെന്ന് നോക്കുകയാണ്. 2/3 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2/3 എന്ന് എഴുതും. അപ്പോൾ 2ൽ എത്ര 3 ഉണ്ട്? ഒരു 3 ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ പോയിൻ്റ് ഇടുന്നു, 0 ഇറക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ പോയിൻ്റ് വരുന്ന ഒരു സംഖ്യയാണ് കിട്ടുന്നത്. അങ്ങനെ 1/3 എടുത്താലും 5/7 എടുത്താലും നമുക്ക് എന്താണ് കിട്ടുന്നത്? 1/3 എടുക്കുമ്പോൾ 1ൽ 3 പോവില്ല. അപ്പോൾ പോയിൻ്റ് ഇടുന്നു, 0 താഴേക്ക് ഇറക്കി എഴുതുന്നു, വീണ്ടും പോയിൻ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ ആയിരിക്കും ഈ 5/7 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പോയിൻ്റ് ആയിരിക്കും. അതായത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് കിട്ടുക? ഇതിൻ്റെ റിസൾട്ട് എത്രയായിരിക്കും കിട്ടുക? എല്ലായ്പ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും. പോയിൻ്റ് കൊണ്ട് തുടങ്ങുന്നതെല്ലാം 1നേക്കാൾ ചെറുതാണല്ലോ. 0.1, 0.12, 0.3 അങ്ങനെ പോയി 0.99. ഇതെല്ലാം എന്താണ്? 1നേക്കാൾ ചെറിയ സംഖ്യകളാണ്, ദശാംശ സംഖ്യകളാണ്. ഇനി അടുത്ത സംഖ്യ നമുക്ക് നേരെ തിരിച്ചെടുക്കാം. 3/2, 7/5, 9/6. ഇതെല്ലാം എന്താണ്? അംശത്തിൽ വലിയ സംഖ്യയാണ്. അതായത് സാധാരണ നമുക്ക് ഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രൂപത്തിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരാണ്, ഇത്തരം ഭിന്നങ്ങളുടെ പേരാണ് വിഷമ ഭിന്നം. അതായത് സ്കൂൾ കുട്ടികൾക്കൊക്കെ പൊതുവേ നൽകുന്ന രീതിയിലുള്ള ഹരണം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ വില തീർച്ചയായിട്ടും 1നേക്കാൾ കൂടുതലായിരിക്കും. അതായത് 3ൽ എത്ര 2 ഉണ്ട്? 1. പിന്നെ 7ൽ എത്ര 5 ഉണ്ട്? 1. 9ൽ എത്ര 6 ഉണ്ട്? 1. അങ്ങനെ എല്ലാത്തിൻ്റെ വില 1 അതിൽ കൂടുതലോ ആയിരിക്കും വിഷമ ഭിന്നത്തിൻ്റേത്. ഇനി 2/1/4 എന്ന് പറയുന്നതും 5/1/2 എന്ന് പറയുന്നത് എന്താണ്? മിശ്ര ഭിന്നങ്ങളാണ്. ഇത് രണ്ടും മിശ്ര ഭിന്നങ്ങളാണ്. അതായത് ഒരു പൂർണ്ണസംഖ്യയുണ്ട് ഇതിൽ, കൂടാതെ ഒരു ഭിന്നസംഖ്യയുമുണ്ട്. ഇനി ഈ 2/1/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2/4. 2 ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 4 കൂടിയുണ്ട്. അതായത് കൂടെ എന്ന് പറയുമ്പോൾ പ്ലസ് ചിഹ്നമാണ് നമ്മൾ ഇടേണ്ടത്. 2 + 1/4 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഇതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം? ഇതിങ്ങനെ 2 എന്ന് കണ്ടാൽ അതിനർത്ഥം എന്താണ്? 2/1 എന്നാണ്. 2/1 എന്താണ്? 2 തന്നെയാണ്. അപ്പോൾ 2 ഭിന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി കിട്ടി. അപ്പോൾ 2 ഭിന്നങ്ങളെ തമ്മിൽ നമ്മൾ എങ്ങനെ വില കാണും, ആഡ് ചെയ്യും? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അതിനാദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2വിനെ ഈ 4 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് 1നെ 1 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് ഗുണിച്ച് കിട്ടിയ 2ഉം കൂടി ആഡ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യണം? ഈ 4 × 1 എന്ന് ഗുണിച്ചിട്ട് അതുകൊണ്ട് ഹരിക്കണം. അതായത് 2 × 4 + 1 × 1. ഈ 2 × 4 എന്ന് പറയുന്നത് ഒരു ടീമാണ്, 1 × 1 എന്ന് പറയുന്നത് മറ്റൊരു ടീമാണ്. ഇവിടെ പ്ലസ് ഇടാൻ കാരണം ഇവിടെ ചോദ്യത്തിൽ പ്ലസ് ആയതുകൊണ്ടാണ്. ശേഷം ഹോൾ ഡിവൈഡഡ് ബൈ 1 × 4. 2 × 4 എത്രയാണ്? 8. 1 × 1 1 തന്നെ. ഹോൾ ഡിവൈഡഡ് ബൈ 4 × 1 എത്രയാണ്? 4. അങ്ങനെ 9/4 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഈ 9നെയും 4നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുണ്ടോ?
ഇല്ല. അതുകൊണ്ട് ഇതാണ് ഇതിലെ ചെറിയ രൂപം. അതിന് പകരം ഇവിടെ 8/4 ആണെങ്കിൽ നമുക്ക് ഈ 8നെയും 4നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം. അതായത് 2 എന്ന് നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ 9/4 ആണ്, ഹരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ 9/4 കിട്ടി, നമുക്ക് വിഷമ ഭിന്നത്തിലേക്കാക്കി മാറ്റി. അതായത് സ്കൂളിലെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഭിന്നത്തിലേക്കാക്കി മാറ്റി. ഇനി നമ്മൾ ഈ വിഷമ ഭിന്നത്തിനെ 9/4നെ തിരിച്ച് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിന് 9നെ 4 കൊണ്ട് ഹരിക്കണം. 9ൽ എത്ര 4 ഉണ്ട്? 2. 2 4 8. 9ൽ നിന്നും 8 കുറച്ചാൽ ശിഷ്ടം 1. ഇനി കാണുന്ന ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. ഈ 1നെ നമ്മൾ ഇവിടെ എഴുതുന്നു, 4നെ നമ്മൾ ഇവിടെ എഴുതുന്നു. അതായത് ആദ്യം ഈ 2 എഴുതുന്നു, പിന്നീട് 1 എഴുതുന്നു, പിന്നീട് 4 എഴുതുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ ചോദ്യത്തിൻ്റെ അതേ രൂപത്തിലേക്ക് മാറി. അതായത് മിശ്ര ഭിന്നത്തിലേക്ക് മാറി. 2/4. ഇതേത് തരം ഭിന്നമാണ്? വിഷമ ഭിന്നമല്ല, മിശ്ര ഭിന്നമല്ല, സാധാരണക്കാരുടെ സാധാരണ ഭിന്നം. അതായത് 4ൽ 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.5 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ 2/4ൻ്റെ ഈ അംശത്തിലും ഛേദത്തിലും നമ്മൾ 2 കൊണ്ട് ഹരിക്കാൻ പോവുകയാണ്. 2 കൊണ്ടാണ് 2നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. 2 ഹരണം 2 1. 4 ഹരണം 2 2 ആണ്. ഇനി നമ്മൾ 1നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? അതായത് ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അര എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയതും ഇപ്പോൾ കിട്ടിയതും 0.5 ആണ്. അതിൻ്റെ അർത്ഥം 2/4 എന്ന് പറയുന്നത് 1/2ക്ക് തുല്യമാണ്. ഇനി നമ്മൾ 2/4 വീണ്ടും എഴുതുന്നു. ഇനി നമ്മൾ ഈ 1/2നെ ഇനി നമുക്ക് ചെറുതാക്കാൻ കഴിയില്ല. അതായത് 1നെയും 2നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ വേറെ ഇല്ല. ഇനി നമുക്ക് 2/4നെ അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിച്ച് നോക്കാം. 2 × 2 4, 4 × 2 8. 4നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 0.5 ആണ് കിട്ടുക. ഇനി 2/4നെ 3 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ എത്ര കിട്ടുക? 3 × 2 6, 4 × 3 12. 6നെ 12 കൊണ്ട് ഹരിച്ചാലും നമുക്ക് 0.5 ആണ് കിട്ടുക. അപ്പോൾ 1/2 എന്ന് പറയുന്നതും 4/8 എന്ന് പറയുന്നതും 6/12 എന്ന് പറയുന്നതൊക്കെ തുല്യ ഭിന്നങ്ങളാണ്. അതായത് 2/4നെ നമ്മൾ എത്ര സംഖ്യകൾ കൊണ്ട് ഹരിച്ചു പോയാലും എത്ര സംഖ്യകൾ കൊണ്ട് ഗുണിച്ചു പോയാലും, അതായത് മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് ഇങ്ങനെ പോയാലും ഗുണിച്ച് ഇങ്ങനെ പോയാലും എന്താണ് കിട്ടുക? ഒരേ ഭിന്നം തന്നെയാണ് കിട്ടുന്നത്. ഭിന്നസംഖ്യകളെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.